സ്റ്റഡി വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ടൈലർ മെഷീൻ്റെ ക്ലാസ്സുകളാണ് മെയിനായിട്ട് ഇടുന്നത്. അപ്പം നമ്മുടെ ടൈലർ മെഷീനിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ മെഷീൻ്റെ സൂചി. അപ്പം നമ്മൾ ഈ സൂചി എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, അതായത് മാറ്റുന്നത്. പെട്ടെന്ന് നമ്മൾ ഒടിയാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ കട്ടി കൂടിയ ഡ്രസ്സുകളൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനത്തെ മെഷീനൊക്കെ ആകുമ്പോൾ നമ്മുടെ സൂചി പെട്ടെന്ന് ഒടിഞ്ഞു പോവും. അപ്പം നമ്മളതെങ്ങനെയാണ് മാറ്റിയിടേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയണം. അപ്പോൾ നമുക്കിതാ ഒരു സൂചി, അപ്പോൾ നമ്മൾ സിംഗിൾ മെഷീൻ്റെ സൂചി നമ്മൾ മേടിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈലർ മെഷീൻ്റെ സൂചി കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ മാറ്റിയിടാന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് ഒരു വശം എന്താണ് റൗണ്ട് ഷേപ്പും ഒരു വശം എന്താണ് പരന്ന പോലെയാണ് നമ്മുടെ സൂചി എപ്പോഴും കാണാം. അപ്പോൾ നമ്മളിതെങ്ങനെയാണ് മാറ്റിയിടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ മാറ്റിയിടുമ്പോൾ ഈ റൗണ്ട് ഷേപ്പ് എന്ത് ചെയ്യണം, ഇങ്ങനെയാണ് വരേണ്ടത്. പരന്ന ആ പ്രതലം ഇങ്ങോട്ട് ഈ സൈഡിലോട്ടാണ് വരേണ്ടത്. ആ രീതിയിലാണ് നമ്മൾ മാറ്റിയിടേണ്ടത്. ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഇതാണ് നമ്മളൊരു സ്ക്വയർ പോലത്തെ ഒരു ഭാഗം കാണാം. ഇത് ഇങ്ങനെ ഈ സൈഡിലോട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ സൂചി ഇങ്ങോട്ട് കയറ്റേണ്ടത്. ഞാൻ ഇടുന്നത് കൃത്യമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതായത് പരന്ന പ്രതലം ഇങ്ങോട്ടാണ് വരേണ്ടത് കേട്ടോ. റൗണ്ട് ഷേപ്പ് ഉള്ളിലോട്ട് വരണം. ആ രീതിയിലാണ് നമ്മുടെ സൂചി കയറ്റേണ്ടത്. ഇനി നമ്മൾ ഇതൊരു ഭാഗം കാണാം. ഈ സാധനം തിരിക്കുമ്പോഴാണ് നമ്മുടെ ഈ സൂചി നമുക്ക് ഊരാൻ പറ്റുക. ഇതൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് തിരിച്ചാൽ മതിയില്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ തിരിക്കാം കേട്ടോ. അത്രയും സ്മൂത്തായിട്ടുള്ളതാണ്. ടൈറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലപോലെ ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സ്ക്രൂ ഡ്രൈവർ ചെറിയ പോയിൻ്റുള്ള സ്ക്രൂ ഡ്രൈവർ മാത്രമേ ഇതിൽ കയറുള്ളൂ. അപ്പോൾ ചെറിയ പോയിൻ്റ് ഉള്ളത് നമ്മുടെ മെഷീനിൽ തന്നെ കിട്ടും. നമുക്ക് മെഷീനൊക്കെ മേടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ 2 സ്ക്രൂ ഡ്രൈവറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ഏറ്റവും ചെറുത് വെച്ച് നമുക്കിതൊക്കെ അഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം ലൂസാവും. അപ്പോൾ നമ്മുടെ സൂചി നമുക്ക് ഊരിയെടുക്കാം. അതേ സ്ഥലത്ത് തന്നെ നമ്മുടെ സൂചി ഒടിയുമ്പോൾ മാത്രമല്ല നമ്മൾ മാറ്റേണ്ടത്. നമ്മുടെ മെഷീൻ നമ്മൾ തയ്ക്കുമ്പോൾ പെട്ടെന്ന് നൂലൊക്കെ കെട്ടുപെടുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിച്ചിങ് ഒന്നും കറക്റ്റ് അല്ലാത്ത പോലെ ഗ്യാപ്പൊക്കെ വരിക, അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ഈ സൂചിയൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ പ്രശ്നമൊക്കെ പരിഹരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂചി ഒടിയുമ്പോൾ മാത്രം മാറ്റാതെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒക്കെ ഫിനിഷിങ് ഇല്ലാണ്ട് വരിക, പെട്ടെന്ന് തുണിയൊക്കെ വലിഞ്ഞ് പിടിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ സൂചിയുടെ പ്രോബ്ലം ആയിരിക്കും ഇതൊക്കെ. അപ്പം നമ്മൾ പുതിയൊരു സൂചി മേടിച്ചിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നമൊക്കെ ഒരു പരിധി വരെ ഇല്ലാണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ സൂചി ഇങ്ങനെ മാറ്റിയിടുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഴയ സൂചി നമുക്ക് ഊരി മാറ്റാം. ഇനി നമുക്ക് പുതിയ സൂചി എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സ്ക്വയർ പോലത്തെ ഭാഗം പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ നമുക്ക് പുതിയ സൂചി ഇട്ട് കൊടുക്കാം. അത് കയറ്റിയതിന് ശേഷം നമ്മൾ അത് വീണ്ടും തിരിച്ച് നല്ലപോലെ ടൈറ്റാക്കി കൊടുക്കാം. നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് ടൈറ്റാക്കിയതിന് ശേഷം ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചൊന്ന് നല്ലപോലെ ഒന്ന് മുറുക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് കൈ കൊണ്ട് തന്നെ ടൈറ്റ് ചെയ്യാം, എങ്കിലും സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്ക് തിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മെഷീനിൽ സൂചിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്നൊരു കാര്യമാണ്. സൂചി പെട്ടെന്ന് ഒടിഞ്ഞു പോയാലോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ഒക്കെ ശരിയല്ലെങ്കിലോ ഒക്കെ നമുക്ക് ഈ സൂചി ഇതുപോലെ മാറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് കിട്ടും. അപ്പം നമുക്ക് ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നല്ലപോലെ ടൈറ്റ് ചെയ്യാൻ നോക്കാം. പക്ഷേ ഞാൻ കൈ കൊണ്ട് തിരിച്ചപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയ പിന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് നമ്മുടെ സൂചി ഒക്കെ ഇടാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. തുടർന്നുള്ള വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.